ഹാപ്പി ഡിവോഴ്സ്. ഹാപ്പി ഡിവോഴ്സ്. മിനിക്കുട്ടി, നീ എന്തിനാ ഇപ്പോൾ പഠിക്കാൻ വേണ്ടി പുറത്തൊക്കെ പോകണം? അവർക്ക് നമുക്ക് കല്യാണം കഴിഞ്ഞ് തീരുമാനിക്കാം. എനിക്ക് നിന്നെ പിന്നിരിക്കാൻ വയ്യടി. നീ പോയാൽ ഞാൻ തനിച്ചാകും. പക്ഷേ ഏട്ടാ, ഇതെന്റെ വലിയ ആഗ്രഹമാണ്. ഓ, നിനക്ക് എന്നെക്കാളും വലുത് കരിയറാണല്ലേ? നീ ചുമ്മാ ഇങ്ങനെ സെൽഫിഷ് ആവല്ലേ? അവര് നമ്മളെ പോലെയാണല്ലേ? അതെല്ലോ. ആ ഉണക്ക പട്ടി എവിടെയെങ്കിലും കളയാൻ വന്നു. അതിന്റെ കുറെ മനസ്സിന് പ്രസന്റേഷൻ അത് തീരുമാനമായി. നിങ്ങൾ പ്രസന്റേഷൻ നേരെ പ്രിപ്പയർ ചെയ്തേനെ, ഭ്രൂണെ കുറ്റം പറയണ്ട. അവളുടെ ഒരു ഭ്രൂണോ? ഇനി സത്യം പറഞ്ഞില്ല, എനിക്ക് എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. മനുഷ്യൻ വർക്ക് കഴിഞ്ഞ് ടയർഡായിട്ട് ഉറങ്ങാൻ കിടക്കുക, അപ്പോഴേക്കടുത്ത് കുരച്ചോണ്ടിരിക്കും. നിന്റെ ഇഷ്ടത്തിന് മാത്രമേ എല്ലാം നടക്കാവൂന്ന് പറഞ്ഞാലേ അതിവിടെ പറ്റൂല. നിനക്ക് അതിന്റെ മണം ഇഷ്ടമല്ല, രോമ അലർജി ആണെന്നൊക്കെ പറഞ്ഞാണ് അതിനെ വീട്ടിൽ പോലും കയറ്റാത്തത്. നിനക്ക് വേണ്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴേ കുറച്ച് ഇങ്ങോട്ട് ആവാം. എടി, ഒരു ഉണക്ക പട്ടിയുടെ പേര് നമ്മൾ തമ്മിൽ വെറുതെ വഴക്കുണ്ടാക്കല്ലേ. മര്യാദ കാരണം ഇന്ന് എന്നെ കൊണ്ട് കളഞ്ഞേ പറ്റൂ. അമ്മയെ വിളിച്ച് എല്ലാവരും ചോദിക്കുന്നു, കല്യാണം കഴിഞ്ഞ് 3 കൊല്ലമായാലും ഒരു കുഞ്ഞൊക്കെ വേണ്ടേന്ന്. സത്യം പറഞ്ഞാൽ എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ വീട്ടുകാർക്ക് പറഞ്ഞാൽ മതിയല്ലോ, പ്രസവിക്കുന്ന ഞാനല്ലേ. ആദ്യം പഠിത്തം കഴിയട്ടെ എന്നായിരുന്നു, പിന്നെ ഒരു ജോലി കിട്ടട്ടെ എന്നായി. ഇനിയിപ്പോ എന്താ പ്രശ്നം? സുനിലേ, ഞാനിപ്പോൾ എൻ്റെ കരിയർ ഒന്ന് സ്റ്റാർട്ട് ആക്കിയതേ ഉള്ളൂ. ആദ്യം നമ്മളൊന്ന് സ്റ്റേബിൾ ആവട്ടെ, പിന്നെ ആലോചിക്കാം. ഇതിൽ കൂടുതൽ എന്തോന്ന് സ്റ്റേബിൾ ആവാൻ? പറയാനായിട്ട് തോന്നുന്നു ഇവിടെ ഒരുപാടുണ്ടെന്ന്. നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടോ? ഓ പിന്നെ, ഇന്നാട്ടിൽ എല്ലാവരും വീടുണ്ടാക്കിയിട്ടല്ലേ കൊച്ചിനുണ്ടാക്കണത്. സുനിൽ, ഞാൻ ഒരു സത്യം പറയാം, എനിക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ല. ഒരു കുഞ്ഞൊക്കെ വന്നാലേ അതിനെ നോക്കി തന്നെ പകുതി ലൈഫ് തീരും. ഇവിടെ എല്ലാവരും സ്കൂൾ കഴിഞ്ഞാൽ കോളേജ്, അതിനുശേഷം കല്യാണം, പിന്നെ കുഞ്ഞുങ്ങള്, പിന്നെ അതിനെ നോക്കി നമ്മൾ ജീവിക്കണം. ഇതൊരു സൈക്കിളാണ്. അതുകൊണ്ട് ഈ ലൂപ്പിൽ പെടാൻ എനിക്ക് വയ്യ. 2 ആഴ്ചയായിട്ട് മിണ്ടാതിരിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം. സുനിൽ, ഒന്ന് പറഞ്ഞിട്ട് പോ. എന്താ പ്രശ്നം നിനക്കറിയില്ലേ? ഞാൻ ഫ്രാങ്ക് ആയിട്ട് ഒരു കാര്യം പറയാം. നിങ്ങളുടെ വീട്ടിലെ എല്ലാ ഫംഗ്ഷനും വിടാതെ അറ്റൻഡ് ചെയ്യാൻ എന്നെ കിട്ടില്ല. ഒരു ദിവസം ചേട്ടന്റെ കൊച്ചിന്റെ നൂലിട്ട്, അടുത്ത ദിവസം മാമന്റെ മോന്റെ കല്യാണം, എത്രയെന്ന് പറഞ്ഞ് മനുഷ്യ ലീവ് എടുക്കും? നല്ല ബെസ്റ്റ് ന്യായം. ഇനി എന്റെ അച്ഛന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ നിനക്ക് 1 ദിവസം ലീവ് എടുക്കാൻ പറ്റൂല. പക്ഷെ ഫ്രണ്ട്സിന്റെ 3 ട്രിപ്പ് പോകാൻ നിനക്ക് 4 ദിവസം ലീവ് എടുക്കാൻ പറ്റും അല്ലേ? ഇത് അതൊന്നും അല്ല. നിനക്ക് ഞാനോ എന്റെ വീട്ടുകാരോ ഒരു പ്രയോറിറ്റി അല്ല, അത്ര അല്ല. എടുത്തോ, ഓഫീസിലുള്ള ഇമ്പോർട്ടന്റ് കോളുമായിരിക്കും.